ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളം സീസൺ 7 ബിഗ് ബോസ് ഡേ 54ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ആദ്യം കണ്ടത് അനീഷിൻ്റെയും നൂറയുടെയും ഒരു ഇഷ്യൂ ആയിരുന്നു. എനിക്ക് തോന്നുന്നു നൂറയ്ക്ക് എന്തോ സുഖമില്ലാതിരിക്കുന്ന സമയത്ത് അനീഷ് ടാബ്ലറ്റ്സോ എന്തോ മരുന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് നൂറ വാങ്ങുന്നില്ല. നൂറ പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ പോലും ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ ഞാനൊന്നും വാങ്ങില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആദരി അതേപോലെ പറയുന്നുണ്ട്. ശരിക്കും അതൊരു ആവശ്യമില്ലാത്തൊരിതാണ്. കാരണം അനീഷിൻ്റെതായിട്ടുള്ള ഒരു ഇതിലാണ് ആ ഒരു മെഡിസിൻ കൊണ്ട് കൊടുത്തത്, ഒരു ഹ്യൂമാനിറ്റിയുടെ ബേസിൽ. കാരണം എത്ര ശത്രുക്കളാണെങ്കിലും എത്ര ഇതാണെങ്കിലും ഒരാൾ വയ്യാതിരിക്കുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ചിലപ്പോൾ മരുന്ന് കൊടുക്കും. അത് ഓരോരുത്തരുടെ പേഴ്സണലാണ്. എന്ന് വെച്ചാൽ അതൊരു ഹ്യൂമാനിറ്റിയുടെ ഒരു ബേസാണ്. അപ്പോൾ അനീഷിനെ സംബന്ധിച്ച് അനീഷിന് ആ ഒരു ഹ്യൂമാനിറ്റി ഉള്ളത് കൊണ്ടാണ് അവിടെ കൊണ്ട് കൊടുത്തത്. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് നൂറയുടെ ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, അതൊട്ടും നല്ല ഒരു പോലെ തോന്നിയില്ല, ക്യാരക്ടറായ പോലെ തോന്നിയില്ല. കാരണം ഒരാൾക്ക് നൂറയ്ക്കാണ് വയ്യാതിരിക്കുന്നത്. കാരണം അവരത്രയും അനീഷിനെ കുറിച്ച് പറഞ്ഞിട്ടും അനീഷ് അതൊന്നും മനസ്സിൽ വയ്ക്കാതെ ഒരു മെഡിസിൻ എടുത്ത് കൊടുത്തിട്ട് അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി, അതേപോലെ അവരുടെ ആ ഒരു ക്യാരക്ടർ നമുക്കൊന്നും പറയാനില്ല. കാരണം എന്താ പറയുക, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മരുന്ന് കൊടുക്കാതിരിക്കണമായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാരണം അവിടെ പോലും അവരവരുടെ അഹങ്കാരം ഇതൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിത് കണ്ടത് ഷാനവാസിൻ്റെ അനീഷിൻ്റേതായിട്ടുള്ളൊരു ഇഷ്യൂ. അനീഷ് ഇന്നലെയും പറയുന്നുണ്ടായിരുന്നു, ഞാൻ നിങ്ങളുടെ ഒരു ഫ്രണ്ട് പോലെ കണ്ടത്, പക്ഷെ നീ എന്നെ ചതിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് ഷാനവാസ് പറഞ്ഞിരുന്നു, ഞാൻ നീ എന്താ പറയുക, ചിരിച്ച് നന്നായി സംസാരിക്കുകയാണെങ്കിൽ ഞാൻ തരാം എന്നാണ് ഉദ്ദേശിച്ചത്, പക്ഷെ നീ അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഷാനവാസ് ആ ഒരു കോയിനും ഇതൊക്കെ കൊടുക്കുന്നുണ്ട് അനീഷിന്. അത് കൊടുത്തതിന് ശേഷം പിന്നെ ഷാനവാസ് പറയുന്നുണ്ട്, ഇനി നീയായിട്ടൊരു ഫ്രണ്ട്ഷിപ്പില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാനവാസ് വന്നിട്ട് ഷാനവാസ് ഒന്നും പറയാണ്ട് പോകുന്നുണ്ട്. പിന്നെ അനീഷിനോട് അങ്ങനെ ഒന്നും എന്താ പറയുക, പണ്ടത്തെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പോലെ ഒന്നും ആ ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നും കാണിക്കാണ്ട് പോകുന്നുണ്ട്. പക്ഷെ അനീഷ് പിന്നെ പോയി സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഇങ്ങനെയുള്ളതെല്ലാം. അപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി എന്താ പറയുക, ഒരു ഇതിന് ശേഷം ചിലപ്പോൾ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും ഇതാവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു നെക്സ്റ്റ് വീക്കിൽ. കാരണം അനീഷ് തിരിച്ച് ആ ഒരു പിണക്കെല്ലാം മാറി സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഷാനവാസ് ചെറിയൊരു ഗ്യാപ്പിട്ട പോലെ നിൽക്കുന്നുണ്ട്. എനിക്കറിയില്ല അത് ഷാനവാസിൻ്റെ സ്ട്രാറ്റജിയാണോ അല്ലയോ എന്ന്. കാരണം ഇത്രയും നാളൊരു ഇഷ്യൂ ഉണ്ടായിട്ടും എന്താ പറയുക, അപ്പോഴൊന്നും അനീഷിനെ ഹെൽപ്പ് ചെയ്യാണ്ടും അതേപോലെ തന്നെ അനീഷിനോട് ആ കോയിനെ കുറിച്ചിട്ടൊന്നും പറയാത്ത ഒരാൾ പെട്ടെന്ന് കോയിൻ കൊടുത്തിട്ട് ഇങ്ങനെ കുറേ ഇതൊക്കെ ഡയലോഗ്സ് എല്ലാം പറഞ്ഞു. നീ നന്നായി സംസാരിച്ചിട്ട് നിൻ്റെ മുഖത്ത് ചിരി കണ്ടിട്ട് തരാൻ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ആവശ്യമില്ലാത്ത ഓരോ, നമ്മളിപ്പോൾ പറയില്ലേ, ആവശ്യമില്ലാത്ത ഓരോ ഡയലോഗ് അടിക്കാനൊക്കെ പറയില്ലേ, അപ്പം അതൊരു ആവശ്യമില്ലാത്തതാണെന്ന് എനിക്ക് തോന്നി. കാരണം എല്ലാം ചെയ്തു വെച്ചിട്ട് അതിനെ ന്യായീകരിക്കുന്നതിൽ ഒരു കാര്യമില്ല. അപ്പോൾ അതാണ് നമ്മൾ വേറൊന്നത് കണ്ടത്. പിന്നെ നമ്മൾ കണ്ടിരുന്നത് ക്യാപ്റ്റൻസി ടാസ്ക്, ഈ പറഞ്ഞ പോലെ ക്യാപ്റ്റൻസി ടാസ്ക് കണ്ടു, ജയിൽ നോമിനേഷൻ ടാസ്ക് കണ്ടിരുന്നു. അതിൽ ഫസ്റ്റ് ജയിൽ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തത് ആതിരയ്ക്കും പിന്നെ അനീഷിനുമാണ്. ഇവർ രണ്ടുപേരായിരുന്നു ഏറ്റവും കൂടുതൽ തല്ലുണ്ടാക്കിയത്. പക്ഷേ എനിക്കൊന്നിനും ജയിലിനകത്ത് കയറിയപ്പോൾ കുറച്ചൊരു അതിനകത്ത് കയറുമ്പോൾ തന്നെ അനീഷ് ആദരയ്ക്കൊരു ഈ പറഞ്ഞ പോലെ സമാധാന പാതയിലോട്ട് കിടക്കുകയാണ് പറഞ്ഞിട്ട് ഒരു ചോക്ലേറ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും അവർ അതിനകത്ത് അത്ര വലിയൊരു ഇഷ്യൂസും തലോട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവർ സമാധാനപരമായിട്ട് തന്നെയാണ് അതിനകത്ത് ഇരുന്നിരുന്നത്. അവരുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ലൈഫ് സ്റ്റോറീസ് എല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ അത് വെച്ചാൽ ബിഗ് ബോസ് അവർക്ക് വലിയൊരു ടാസ്കും കൊടുത്തിരുന്നു. ഒരു മുത്തുമാല കോർക്കാൻ വേണ്ടിയിട്ട് 1000 മുത്തോ മറ്റോ ഉണ്ട് തോന്നുന്നു അതിനകത്ത്, പല കളറിലുള്ളത്. എന്താണെങ്കിലും അവർ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് കാരണം അത്ര വലിയ വഴക്കോ കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ജയിൽ ടാസ്കിൽ. അത് ആ ഒരു സ്മൂത്തിൽ അങ്ങ് പോയി എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ആ വീടിനകത്ത് കുറേ പേര് വിചാരിച്ചിട്ടുണ്ടാവാം ഇവർ രണ്ടുപേരും ജയിലിൽ കിടക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറേ കാര്യങ്ങൾ നടക്കും. പക്ഷെ എന്താണെങ്കിലും അവർ ജയിൽ ടാസ്ക് എന്നുള്ള ഒരു ഇതിനകത്ത് കുറച്ച് ഒരു മാന്യമായി വഴക്കൊന്നും കൂടാണ്ട് അതിനകത്ത് ഇരുന്നു. ഇത് മുമ്പ് ജിസയിലും അനുമോളും കടന്നപ്പോഴും ഇത് തന്നെയാണ് ഒരുവിധം എല്ലാവരും എക്സ്പെക്ട് ചെയ്തത്. ഇഷ്യൂസും ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അവർ ഇതേപോലെ തന്നെയായിരുന്നു, സമാധാനപരമായിട്ട് അത് ഡീൽ ചെയ്തു. അതുപോലെ തന്നെ ഇവരും അങ്ങനെ ഡീൽ ചെയ്തു. പിന്നെ നമ്മൾ ക്യാപ്റ്റൻസി ടാസ്ക് ഇത് കണ്ടു, ക്യാപ്റ്റൻസി നോമിനേഷൻ. അതിനകത്ത്
അതിനകത്ത് ഏറ്റവും കൂടുതൽ കിട്ടിയത് ബിന്നിക്കാണ്. ഒബ്വിയസ്ലി ബിന്നി കഴിഞ്ഞാഴ്ച നന്നായിട്ട് തന്നെ ഗെയിം കളിച്ചിട്ടുണ്ട്. ബിന്നിക്ക് പിന്നെ നെക്സ്റ്റ് വീക്കിലോട്ടുള്ള നോമിനേഷൻ ഫ്രീ കാർഡും കിട്ടി. അപ്പോൾ ബിന്നി എന്തായാലും വരേണ്ടതാണ്. പിന്നെ നമ്മൾ ആര്യൻ എനിക്ക് അത്ര ഡിസേർവിങ് അല്ലാത്ത പോലെ എനിക്ക് തോന്നി നെക്സ്റ്റ് ക്യാപ്റ്റൻസിയിലോട്ട്. കാരണം ഓക്കെ, ആര്യൻ പിന്നെയും എന്താ പറയുക, 2 ആര്യൻ്റെ ബോട്ടിൽ അക്സെപ്റ്റ് ചെയ്തു ആ ഒരു മാംഗോ ജ്യൂസിൻ്റെ ഇതിൽ. പക്ഷെ അതല്ലാണ്ട് ആര്യൻ്റെ ഒരു ഗെയിം വേറൊരു ഇത് ഒന്നും ചെയ്ത പോലെ എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മൾ വേറെ കണ്ടത് അക്ബറാണ്. അക്ബറും ഈ പറഞ്ഞ പോലെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക, ക്യാപ്റ്റൻസിയിലോട്ട് വരാൻ മാത്രം അക്ബർ കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ഈ കഴിഞ്ഞ വീക്കിൽ പ്രത്യേകിച്ച് ഒന്നും ഔട്ട് പെർഫോമിങ്ങോ എക്സ്ട്രാ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. എല്ലാവരും പോലെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ക്യാപ്റ്റൻസിയിൽ. എന്താണെങ്കിലും നെക്സ്റ്റ് വീക്ക് ആരാ ക്യാപ്റ്റൻ വരിക എന്ന് നമുക്കറിയില്ല, അത് കണ്ടന്നെ അറിയണം. പിന്നെ നമ്മൾ വേറെ കണ്ടത് മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഏഷ്യാനെറ്റിൽ വരുന്ന പുതിയൊരു പ്രോഗ്രാം ഹാപ്പി കപ്പിൾസിൻ്റെ പ്രൊമോ ആയിട്ട് വന്നിരുന്നു. ജീവയും പിന്നെ അതിനകത്തുള്ള ആക്ട്രസും. അപ്പോൾ അതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. അവരതൊക്കെ കഴിഞ്ഞ് പോയി. അതൊക്കെ നന്നായിരുന്നു. പിന്നെ വേറെ അവർക്കൊരു ടാസ്ക് കൊടുത്തിരുന്നു, എന്താ പറയുക, ഒരു പെയിൻറ്റിൻ്റെ. അപ്പോൾ അതുമെല്ലാം കഴിഞ്ഞു. അതൊക്കെ നന്നായി എല്ലാവരും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് നല്ല മെയിനായിട്ട് നടന്നത്. പിന്നെ നമ്മൾ വേറെ കണ്ടു നൂറയും ആതിരയും നൂറ ആതിരേനെ ഉപദേശിക്കാൻ നോക്കുന്നുണ്ട്. കാരണം ആതിര ഓവറായിട്ട് ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഭയങ്കര ദേഷ്യം പിടിക്കുന്നതും ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നതും പിന്നെ വെറുതെ അനീഷിൻ്റെ പിന്നാലെ നിന്ന് ട്രിഗർ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നൂറ ആതിരേനെ ഒന്ന് എന്താ പറയുക ഉപദേശിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആതിര പറയുന്നുണ്ട് അനീഷ് വെറുതെ ആവശ്യമില്ലാണ്ട് പിന്നാലെ വന്ന് ട്രിഗർ ചെയ്യുന്നത് കാരണമാണ് ആതിര അങ്ങനെ ചൂടായി പെരുമാറുന്നതും കാര്യങ്ങളൊക്കെയെന്ന്. പക്ഷേ നമ്മൾ കാണുന്ന എനിക്ക് തോന്നുന്നു ഞാൻ കാണുമ്പോൾ എനിക്കങ്ങനെ അനീഷ് പിന്നാലെ വെറുതെ നടന്ന് ട്രിഗർ ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. മേ ബി ചിലപ്പോൾ ആതിര ഉദ്ദേശിക്കുന്നത് പാത്രം കഴുകുന്നതിനെ കുറിച്ചിട്ടായിരിക്കും. അത് ആതിരയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം ആതിര അത് വെസൽ ടീമിലാണ്. ഇപ്പോൾ വെസൽ ടീമിലാകുമ്പോൾ ഒബ്വിയസ്ലി പാത്രം കഴുകണം. അത് വേറൊരാളും ചിലപ്പോൾ പിന്നാലെ പോയി അത് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അനീഷ് ക്യാപ്റ്റൻ ആയത് കാരണം അനീഷ് അതിനോട് മാത്രമല്ല വേറെ പല ആൾക്കാരോട് ഇതിനു മുമ്പ് ആര്യനോടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നെവിനോടൊക്കെ കണ്ടിട്ടുണ്ട് പിന്നാലെ പോയി പാത്രം കഴിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു അതിലോട് കാട്ടിയിട്ടുള്ളൂ. പക്ഷേ അതിൽ അതിനെ പേഴ്സണൽ ഇതായിട്ട് എടുത്തു, ആവശ്യമില്ലാത്ത ഇഷ്യൂസ് ഉണ്ടാക്കി. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നൂറ് ഉപദേശിക്കാൻ നോക്കുന്നുണ്ട്. നൂറ് പറഞ്ഞ് കേട്ടാൽ അതിരയ്ക്ക് നല്ലത്. ഇപ്പോൾ നൂറ് ഏത് കാരണമാണ് ഉപദേശിക്കുന്നത്, വേറെ വല്ല ആൾക്കാരാണെങ്കിൽ അത് ആവണമെന്നില്ല. കാരണം ബാക്കി എല്ലാവരും ഇൻഡിവിജ്വലായിട്ടുള്ള ആൾക്കാരാണ്. നൂറയും അതിരും ഒരുമിച്ചുള്ളത് കാരണമാണ് നൂറ ആതിരയുടെ തെറ്റ് തിരുത്താൻ നോക്കുന്നത്. അത് നോക്കി ആതിര ഇനിയെങ്കിലും അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്സ് മനസ്സിലാക്കി നല്ല ലാംഗ്വേജ് യൂസ് ചെയ്തൊക്കെ ആണെങ്കിൽ ആതിരയ്ക്ക് തന്നെയാണത് നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടത്. അപ്പോൾ ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡാണ്. ലാലേട്ടൻ്റെ എപ്പിസോഡിൽ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു പ്രൊമോ റിലീസായിട്ടുള്ളതിൽ ആ ബോട്ടിൽ ടാസ്ക് കോളാക്കിയതിനെ കുറിച്ചിട്ട് ലാലേട്ടൻ അത്യാവശ്യം നന്നായിട്ട് പറയുന്നുണ്ട് എല്ലാവരോടും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ റിവ്യൂ. അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.